നിങ്ങളുടെ ബേബി. വെൽക്കം ടു മൈ ചാനൽ ബേബി സ്റ്റേസ് റെഡ്. ഈ ഒരു മാസം എന്ന് പറയുന്നത് ഓഗസ്റ്റ് ആണ്, നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേയുടെ മാസമാണ്. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ബൗണ്ടറീസിലൊക്കെ ഇരിക്കുന്ന നമ്മുടെ എല്ലാ സോൾജേഴ്സിനും ഈ സമയത്ത് നമ്മൾ ഓർക്കണം. കാര്യം അവർ നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അവരെല്ലാ ഫോഴ്സിലും ആയിരിക്കുന്നിടത്തൊക്കെ ദൈവം അവരെ സൂക്ഷിക്കട്ടെ. അതിന്റെ കൂടെ നമ്മളിന്ന് ട്രൈ കളറായി നമ്മുടെ ഫ്ലാഗിന്റെ കളറുള്ള ഒരു ഡിഷ് കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് വെറൈറ്റി ഡിഷൊന്നല്ല, പക്ഷെ ആ കളറിലൊന്നും ചെയ്യാന്ന് വെച്ചിട്ട് മതി. എല്ലാവരും പലതരത്തിലുള്ള ചെയ്യുന്നവരായിരിക്കാം. COVID-19 ഈ പാൻഡമിക് സമയത്ത് എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ലോകത്തിലുള്ള എല്ലാവരെയും ദൈവം സൂക്ഷിക്കട്ടെ. നമുക്ക് ഇന്ന് വീഡിയോയിലേക്ക് പോവാം. അതിന് മുൻപ് എന്റെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫ്ലാഗിന്റെ കളറിലുള്ള റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ ഏകദേശം ഒരു 1.5 കപ്പ് അരി വെള്ളത്തിലിട്ടിരുന്നു. അത് സന്ധ്യയായപ്പോൾ അരച്ചു വെച്ചു. അതിൻ്റെ കൂട്ടത്തിൽ 1.5 കപ്പ് അരിക്ക് ഏകദേശം ഒരു 1/2 കപ്പിൽ ഇച്ചിരിയും കൂടെ അധികം തേങ്ങയും ഒരു ടീസ്പൂൺ ഈസ്റ്റും കൂടെ 1 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് അരച്ചു വെച്ചിരുന്നു. ഇത് രാവിലെ ആയപ്പോഴത്തേക്ക് നന്നായിട്ട് ഫെർമെൻ്റായിട്ട് വന്നിട്ടുണ്ട്. അതാണ് ഇത്. അധികം എന്താ പറയുക, ലൂസ് ആവാണ്ട് കുറച്ച് തിക്കായിട്ട് തന്നെയാണ് ഞാൻ അരച്ചു വെച്ചത്. അതിനകത്തേക്ക് ആവശ്യമുള്ള ഉപ്പ് ഞാൻ ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇവിടെ ചേർക്കുന്നത്. ഞാൻ ഈ തിക്കായി അരച്ച് വെച്ച മാവ് 3 ബൗളിലേക്ക് മാറ്റുകയാണ്. ഒരു ബൗളിലേക്ക് ഓറഞ്ച് കളറിന് വേണ്ടിയിട്ട് കുറച്ച് ക്യാരറ്റ് നന്നായി അരച്ചത്. അത് കഴിഞ്ഞിട്ട് ഗ്രീൻ കളറിന് വേണ്ടിയിട്ട് എനിക്ക് വേറൊന്നും മിക്സ് ചെയ്യാനായിട്ട് ഫ്രഷ് ആയിട്ടുള്ളൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ കുറച്ച് കളർ യൂസ് ചെയ്യുകയാണ് ഇന്ന്. ഇതാണ് അരച്ചു വെച്ചിരിക്കുന്ന ക്യാരറ്റ്. പിന്നെ ഇത് ഗ്രീൻ കളറിന് വേണ്ടിയിട്ട് കുറച്ച് ഫുഡ് കളറാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഫുഡ് കളറൊക്കെ എടുക്കുന്നത്. അതിപ്പോൾ കണ്ടെയ്ൻമെൻറ്റ് സോൺ ആയതുകൊണ്ട് ഞങ്ങൾക്ക് അല്ലാണ്ട് സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ കിട്ടാത്തത് കൊണ്ടാണ്, ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഞാനത് യൂസ് ചെയ്യുന്നത്. ഇനി ഈ ക്യാരറ്റിൻ്റെ മിക്സിലേക്ക് ക്യാരറ്റിനും കൂടെ ആവശ്യമായിട്ടുള്ള കുറച്ചും കൂടെ ഉപ്പിട്ട് ഞാൻ മിക്സ് ചെയ്യാണ്. ഇപ്പം 3 ബാറ്ററും റെഡി ആയിട്ടുണ്ട്. നമ്മളിനി ഇത് സ്റ്റീം ചെയ്യാൻ പോവാണേ. ഇവിടെ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന അപ്പത്തിൻ്റെ മാവാണെങ്കിലും ഞാനിത് സെറ്റ് ചെയ്യാൻ പോകുന്നത് ഇഡ്ഡലി തട്ടിലാണ് കേട്ടോ. ഇതേപോലെ ഈ ഇഡ്ഡലി തട്ടിൽ ഈ 3 കളറും ഓരോന്നായിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് കാണുമ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കും പ്രത്യേകിച്ച് എന്താ പുതുമാന്ന്. പ്രത്യേകിച്ച് പുതുമയൊന്നുമില്ല. സാധാരണ എല്ലാവരും പല വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാറുണ്ട്. ചിലവർക്ക് ഇത് ഇഷ്ടമാവും, ചിലവർക്ക് ഇത് ഇഷ്ടാവില്ല. പക്ഷെ എനിക്കിത് ഇഷ്ടമായി. ഇപ്പോൾ ഇവിടെ നമ്മൾ ഇഡ്ഡലി തട്ടിലുണ്ടാക്കിയ നമ്മളുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. എന്തായാലും മാവ് കുറച്ച് ബാക്കി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഏതായാലും ഒരു അപ്പവും കൂടി ട്രൈ ചെയ്യാൻ പോവാണേ. അടിപൊളി ഫ്ലാഗിൻ്റെ കളറിൽ ഇതാ ഒരു അപ്പം കൂടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ ഫ്രണ്ട്സ്, നമ്മളിത് ഉണ്ടാക്കിയ നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗിൻ്റെ കളറിലുള്ള ഡിഷ് റെഡി ആയിട്ടുണ്ട്. എന്തായാലും അഡ്വാൻസ് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ വിഷസ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സായിട്ട് ഒന്ന് ഷെയർ ചെയ്യണേ. ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ ബൈ ഫ്രണ്ട്സ്.